നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ചുമായിട്ടാണ്. കുറച്ചധികം കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ സ്കെച്ച് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 4 ക്യാരക്ടേഴ്സിൻ്റെ സ്കെച്ചാണ്. അതിൽ മാഗി ഉണ്ട്, ചാൾസ് സ്മിത്ത് ഉണ്ട്, അതുപോലെ സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട്, ദെൻ സീഗൾ. അങ്ങനെ നാല് ക്യാരക്ടേഴ്സിൻ്റെ സ്കെച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നമ്മുടെ ചാനൽ കാണാനായിട്ടും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫാമിലി ഒരു ബിഗ് ഫാമിലിയാക്കി മാറ്റുക. അപ്പോൾ നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്യാരക്ടർ ഇസ് മാഗി. Bengali novelist Prabhat Kumar Mukhopadhyaya's The Price of Flowers is a heart-touching story of Maggie, a young girl of 13 or 14. അപ്പോൾ പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ ഫേമസ് ആയിട്ടുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയിൽ ഉള്ളൊരു ക്യാരക്ടറാണ് മാഗി. മാഗിക്ക് 13 അല്ലെങ്കിൽ 14 വയസ്സാണ് പ്രായം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാഗിയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ക്ലാസ്സിൽ. കാണാത്തവർ കാണുക, ലൈൻ ബൈ ലൈൻ തന്നെയാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ. സോ 13 അല്ലെങ്കിൽ 14 വയസ്സുള്ള പെൺകുട്ടിയാണ് മാഗി. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഇസ് ദ റിയൽ നെയിം ഓഫ് മാഗി, എ ലിറ്റിൽ ഗേൾ ഹു ഫോൾസ് അപ്പോൺ ദി ത്രോൺസ് ഓഫ് ലൈഫ് ഇൻ ഹെർ ഏർലി ഏജ്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വീണു പോയിട്ടുള്ള ഒരു 14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ് മാഗി എന്ന് പറയുന്നത്. അവളുടെ യഥാർത്ഥ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. അവളുടെ വസ്ത്രങ്ങൾ നോക്കിയാൽ അവളുടെ ദാരിദ്ര്യം അറിയാൻ പറ്റും. Her eyes were large and wide. They had a sad expression. അതുപോലെ അവളുടെ മുടിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവളുടെ മുടി ഇങ്ങനെ പുറകോട്ട് കിടക്കുകയാണ്. അതുപോലെ അവളുടെ കണ്ണുകൾ ലാർജും വൈഡുമാണ്. പിന്നെ ആ കണ്ണുകൾ നോക്കിയാൽ തന്നെ അവളുടെ ഒരു ദുഃഖം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഷീ ഹാസ് എ വിഡൌഡ് മദർ നെയ്മഡ് മിസ്സസ് ക്ലിഫോർഡ്. അപ്പോൾ അവൾക്ക് വിധവയായ ഒരു അമ്മയുണ്ട്, മിസ്സസ് ക്ലിഫോർഡ് എന്നാണ് പേര്. ഫ്രാൻസിസ് or Frank is a brother of Maggie and son of Mrs. Clifford. They both love him dearly. He is in Punjab in the regiment fighting on the northwest frontier. Maggie is working as a typist in a nearby store. So അവളുടെ ബ്രദറായ ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക്, അദ്ദേഹം പഞ്ചാബ് റെജിമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മാഗി വർക്ക് ചെയ്യുന്നത് ഒരു നിയർ ബൈ സ്റ്റോറിലാണ് as a typist. She dislikes that work because that work is very mechanical. She wants a job that needs brain work like the work of a secretary. She remained in her typist job and works hard in order to look after her family. അതുപോലെ അവൾ ശരിക്കും ആ ഒരു ജോബിനെ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ജോബ് ഭയങ്കര മെക്കാനിക്കലാണ്. അവൾക്ക് കുറച്ചുകൂടി ബ്രെയിൻ വർക്ക്, അതായത് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ജോബാണ് അവൾക്ക് ഇഷ്ടം. പക്ഷേ ആ ജോബിൽ തന്നെ റിമൈൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് അവളുടെ ഫാമിലിയെ നോക്കണം. അവൾക്ക് ആ ഒരു ജോബ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ റീസൺ. Maggie's mother baked cakes and sold them for a living. Her mother also helps her to make the ends meet. മാഗിയുടെ അമ്മ കേക്ക് ബേക്ക് ചെയ്ത് വിറ്റിട്ടാണ് മാഗിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവർ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫാമിലി നോക്കുന്നത്. ദർ ലിവിങ് കണ്ടീഷൻസ് വെയർ വെരി പുവർ. They lived in a small house in the Lambeth area where poor people lived. Her attitude towards others is respectful and caring. She is hardworking, disciplined and have polite manners. സോ ഇവർ താമസിക്കുന്നത് എവിടെയാണ്? ലംബത്ത് ഏരിയയിലാണ്. പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണത്. അതുപോലെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരോടും ബഹുമാനമുള്ളതും എല്ലാവരും കെയർ ചെയ്യുന്നതുമായ ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ അവൾ ഹാർഡ് വർക്കിംഗ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, അതുപോലെ പൊളൈറ്റായിട്ട് ഉള്ള മാനേഴ്സാണ് അവൾക്കുള്ളത്. Her behavior towards Mr. Gupta proves this. When she saw the narrator Mr. Gupta, she tries to find out if he is an Indian and if he comes to that particular restaurant all the time. Later, we understand that she was searching for her brother who is in India. She is a polite girl who talks people even when some small service is given to her. So, ആദ്യം നറേറ്ററായ മിസ്റ്റർ ഗുപ്തയെ കണ്ടപ്പോൾ അയാൾ എന്നും ഈ ഹോട്ടലിൽ വരാറുണ്ടോ എന്നും അയാളൊരു ഇന്ത്യൻ ആണോ എന്നും അന്വേഷിക്കുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ബ്രദറിനെ തിരക്കിയിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള വ്യക്തിയെ കാണുമ്പോൾ ബ്രദറിനെ പറ്റിയിട്ട് ചോദിക്കാനായിട്ടാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നു. അവൾക്കൊരു ചെറിയ സർവീസ് തരുന്ന ആളോട് പോലും വളരെ നന്ദിയുള്ളൊരു വ്യക്തിയാണ് മാഗി, ആ ക്യാരക്ടർ. ഓക്കെ. In the last part, she gave a shilling to Mr. Gupta to buy flowers and placed them on her brother's grave.
അപ്പോൾ എന്താണ് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നു മിസ്റ്റർ ഗുപ്തയ്ക്ക് അവളൊരു ഷില്ലിംഗ് ഓഫർ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്, തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ ഫ്ലവേഴ്സ് വാങ്ങി വെക്കണമെന്ന് അവൾ പറയുന്നു. ഇനിഷ്യലി മിസ്റ്റർ ഗുപ്ത wanted to give back the shilling to Maggie, telling her that there were plenty of flowers in India and he could get some flowers free to place them on her brother's grave. ആദ്യം മിസ്റ്റർ ഗുപ്ത പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, അത് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടും, അതിലേതെങ്കിലും ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് ബ്രദറിൻ്റെ ഗ്രേവിൽ വെച്ചോളാമെന്ന് പറയുന്നുണ്ട്. But her sad face and her joy of sacrifice she was making for her dead brother made Mr. Gupta to accept that shilling. സോ അവളുടെ സാഡ് ഫേസ് ആൻഡ് ഹർ ജോയ് ഓഫ് സാക്രിഫൈസ്, അവളുടെ ദുഃഖം നിറഞ്ഞ മുഖവും അതുപോലെ തന്നെ അവളുടെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷവും അത് കണ്ടപ്പോൾ മിസ്റ്റർ ഗുപ്തയ്ക്ക് ആ ഷില്ലിംഗ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ദ ഗ്രീഫ് ഇൻ ഹർ ഹേർട്ട് വുഡ് ലെസൺ വിത്ത് ദ സാക്രിഫൈസ് ഷി വാസ് മേക്കിംഗ്. സോ ബ്രദറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുവല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അവളുടെ മനസ്സിലെ ദുഃഖത്തെ ചിലപ്പോൾ ശമിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഷില്ലിംഗ് വാങ്ങി. ഷീ ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ദ ടീനേജേഴ്സ്. Her actions shows how much she loved her brother and her family. ആൻഡ് എന്താണ് ആ ഒരു ഷില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ അവൾക്ക് മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുത്ത ആ ഒരു ഷില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അവളുടെ അധ്വാനത്തിൻ്റെ മഹത്വമാണ്, അതുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അവൾ എല്ലാ ടീനേജേഴ്സിനും ഒരു റോൾ മോഡലാണ്. അതുപോലെ അവളുടെ ആക്ഷൻ കാണിക്കുന്ന എന്താണ്, ഷീ ലവ്ഡ് ഹർ ബ്രദർ ആൻഡ് ഹർ ഫാമിലി. അവൾ അവളുടെ ബ്രദറിനെയും തൻ്റെ ഫാമിലിയെയും സ്നേഹിച്ചിരുന്നു എന്നാണ് അവളുടെ ഈ ഒരു ആക്ഷൻ കാണിക്കുന്നത്. ഹർ സാക്രിഫൈസ് ബ്രിങ്സ് ടിയേഴ്സ് ടു ദ ഐസ് ഓഫ് മിസ്റ്റർ ഗുപ്ത. അതുപോലെ അവളുടെ ആ ഒരു സാക്രിഫൈസ് മിസ്റ്റർ ഗുപ്തയുടെ കണ്ണുകളിൽ പോലും എന്താണ് കണ്ണുനീര് നിറയ്ക്കുന്നു. ഗുപ്തയുടെ കണ്ണുകളിൽ മാത്രമല്ല, ആൻഡ് ടു ദ റീഡേഴ്സ്, നമ്മൾ ഓരോ വായനക്കാരുടെയും കണ്ണിൽ കണ്ണുനീര് നിറയ്ക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു. ഷീ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഹു ചേഞ്ച് ദിസ് ഓർഡിനറി സ്റ്റോറി ടു എ ഹോട്ട് ടച്ചിങ് വൺ. അപ്പം അവൾ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ്. ഈ അവളുടെ ആ ഒരു പ്രവൃത്തിയാണ് ഈ സ്റ്റോറിയെ ഒരു ഹോട്ട് ടച്ചിങ് സ്റ്റോറിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് സെൻറ്റൻസ് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് ഏതൊരു വർക്കിലും എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച്. അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്കിനനുസരിച്ചിട്ട് ഇതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതാം. അതല്ല കുറച്ച് മാർക്കിനാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്ത് എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്കിനി സെക്കൻഡ് ക്യാരക്ടർ നോക്കാം. സെക്കൻഡ് വൺ ഇസ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഈ സെയിം ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പല കുട്ടികൾക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തരുമോ എന്നുള്ളത്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തതാണ്, ഓരോ വേർഡ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് സ്പീഡിലായിരിക്കും ഇത് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽഡായിട്ട് കാണേണ്ടവർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ്സസും നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. So Stephen Hawking, nicknamed as Second Einstein, he struggled with a strange disease for almost 3/4 of his life. Young Stephen was no prodigy. He was just an ordinary English schoolboy, slow in learning to read his handwriting, the despair of his teachers. അപ്പോൾ വെൽ നോൺ തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തെ സെക്കൻഡ് എയിൻസ്റ്റീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു സ്ട്രേഞ്ച് ഡിസീസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 3/4 പങ്കും ഒരു സ്ട്രേഞ്ച് ഡിസീസ് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. But from his younger days onwards, he was thinking seriously of becoming a scientist. At the age of 17, Hawking went to Oxford to study natural science and to specialize in physics. At first, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. But halfway through his second year, he began enjoying Oxford. He became popular and well accepted among his peers. അതുപോലെ ചെറിയ പ്രായം മുതൽ സയൻറ്റിസ്റ്റ് ആവണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തു. ഓക്സ്ഫോർഡ് ആദ്യം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല, പിന്നീട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു. He is lively, beyond and adaptable and was famous for his wit. He liked classical music, science fiction and actively took part in sports. Stephen's first year at Cambridge was worse than at Oxford because his mathematical background is poor and he found general relativity extremely tough. അതുപോലെ അദ്ദേഹം ഓക്സ്ഫോർഡിലായിരുന്ന സമയത്ത്
വളരെയധികം ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് നർമ്മ രീതിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസും ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന് മ്യൂസിക്കും സയൻസ് ഫിക്ഷനും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. സ്പോർട്സിലും അദ്ദേഹം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 17-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിൽ ഫസ്റ്റ് ഇയർ ഓക്സ്ഫോർഡിലെ പോലെ തന്നെ അദ്ദേഹത്തിന് വെറുപ്പുള്ളതായിരുന്നു. ലേറ്റർ കാരണം അതിന് റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്സ് അറിയില്ലായിരുന്നു. ലേറ്റർ അദ്ദേഹം അവിടെയും ഓക്സ്ഫോർഡ് എങ്ങനെ കീഴടക്കിയോ അതുപോലെ അവിടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നാണ് പറയുന്നത്. എ ഡിസാസ്ട്രസ് പ്രോബ്ലം aroused then that he started getting clumsy and had fallen once or twice for no apparent reason, and also he had difficulty in talking. After his 21st birthday, Hawking contracted a rare disease called amyotrophic lateral sclerosis, for which there was no cure. സോ അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു റയർ ഡിസീസ് ബാധിച്ചു. അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറിയോസിസ് എന്നാണ് ആ ഡിസീസിൻ്റെ പേര്. അത് അദ്ദേഹത്തെ വളരെ വീക്കാക്കി മാറ്റി. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. Before diagnosing his condition, he had been very bored with life. There did not seem to be anything worth doing. But shortly after diagnosis, he realized that there were a lot of worthwhile things to do if he deprived. So, അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അസുഖം ബാധിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഒരു കാര്യവും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ അസുഖം ബാധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, തനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ്. അത് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം വളരെയധികം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുവാനായിട്ട് പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. He decided to do some good to others before dying. Hawking met Jane Wilde and he admired her optimism, and their friendship developed slowly. Jane helped him to bring a kind of positive spirit, and it made all difference in his life. അതുപോലെ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഹോക്കിംഗ് ജെയിനിനെ കാണുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിനൊക്കെ ശേഷമാണ്. അതിനുശേഷം അവളുടെ ഓപ്റ്റിമിസം, അവളുടെ ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തു. Jane helped him to bring a kind of positive spirit, and it made all the difference in his life. ജെയിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ ഡിഫറൻസും ഉണ്ടാക്കിയത്. He applied for a research fellowship at KS, one of the colleges in Cambridge University. In 1965, at the age of 23, Hawking received his fellowship at KS, and in July of the same year, they married. More difficulties happened in his life. He had a tracheotomy operation. After the tracheotomy operation, Hawking could no longer breathe through his nose, but only through a permanent opening made in his throat. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അവർ തമ്മിൽ വിവാഹം കഴിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. അദ്ദേഹത്തിന് ട്രക്കെറ്റമി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാനായിട്ട് നോസ് വഴിയും മൗത്ത് വഴിയും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ത്രോട്ടിലൊരു പെർമനൻറ്റ് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടാണ് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങിയത്. Many years after this too, he was too weak and ill to continue his research. ഇതിനുശേഷം ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡിസീസുകൾ ഇങ്ങനെ അദ്ദേഹം വളരെ വീക്കാക്കിക്കൊണ്ടേയിരുന്നു. റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. But these problems could not affect his determination. With the help of equalizer, which is developed by a computer expert in California, Walt Wolters, Hawking select words from the screen and continue his research. അതിനുശേഷം അദ്ദേഹം ഒരു ഈക്വലൈസറിൻ്റെ ഹെൽപ്പോടുകൂടി റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. വോൾട്ട് വോൾട്ടോസ് എന്നൊരു വ്യക്തിയാണ് ഈക്വലൈസർ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ഹെൽപ്പോടുകൂടി അദ്ദേഹം റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. In his he published a book, Brief History of Time, about great theories of the cosmos from Newton to Einstein, and his aim is to make science understandable to non-scientists. അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതിലൂടെ അദ്ദേഹം ഒരുപാട് തിയറീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ഫിസിക്സ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നേച്ചറിനെ പറ്റിയിട്ടുള്ള ഗ്രേറ്റ് തിയറീസ്, യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള ഗ്രേറ്റ് തിയറീസ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻ്റ് ഉണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. Onwards, however difficulty life may seem, there is always something you can do and succeed at. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും
നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഒരിക്കലും ഡിഫിക്കൽട്ടി നോക്കി നിൽക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് മാറ്റേഴ്സ് ദാറ്റ് യു ഡോണ്ട് ജസ്റ്റ് ഗീവ് അപ്പ്. നിങ്ങൾ തോൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്യാപ്റ്റൻ സ്മിത്ത്. നമ്മുടെ ടൈറ്റാനിക് എന്നുള്ള പോയത്തിൽ പറയുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റൻ സ്മിത്ത്, അദ്ദേഹത്തെ പറ്റിയിട്ടാണ്. ബെഞ്ചമിൻ പെക്കേറ്റ്സ് പോയം ദ റെക്ക് ഓഫ് ടൈറ്റാനിക് ഇസ് എ ഹേർട്ട് ടച്ചിങ് പോയം വിച്ച് ഇസ് എ ട്രിബ്യൂട്ട് ടു ദ വിക്ടിംസ് ഓഫ് ഗ്രേറ്റസ്റ്റ് മാരിടൈം ഡിസാസ്റ്റർ. സോ ബെഞ്ചമിൻ പെക്കേറ്റിൻ്റെ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്നുള്ള പോയം വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പോയമാണ്. അത് അതിൻ്റെ വിക്ടിംസിനുള്ളൊരു ട്രിബ്യൂട്ടാണ്. ഗ്രേറ്റസ്റ്റ് മാരിടൈം ഡിസാസ്റ്റർ ആയിട്ടുള്ള ടൈറ്റാനിക്കിൻ്റെ ആ ഒരു അതിൽ പെട്ടുപോയ വിക്ടിംസ് ഉണ്ടല്ലോ, അവർക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയം. ക്യാപ്റ്റൻ സ്മിത്ത് ദ ചീഫ് കമാൻഡർ ഓഫ് ദ ഷിപ്പ് വാസ് എ ബ്രേവ് കോൺഫിഡൻറ്റ് മാൻ. ഇതിൽ ചീഫ് കമാൻഡറായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് വളരെ ബ്രേവ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഹിസ് മെജസ്റ്റി വൈൽ സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇൻ ദ ഓപ്പണിംഗ് പാർട്ട് ഓഫ് ദ പോയം ഷോസ് ഹിസ് ഒപ്റ്റിമിസം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മെജസ്റ്റി, ആ ഒരു ഡെക്കിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെജസ്റ്റി ആദ്യം തന്നെ പോയത്തിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒപ്റ്റിമിസം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നതാണ്. ഹി ബിലീവ്ഡ് ദാറ്റ് ടൈറ്റാനിക് ഇസ് ദ ബെസ്റ്റ് ഷിപ്പ് ആൻഡ് ഈവൻ ഹാഡ് നോ പോസിബിലിറ്റി ഓഫ് ബീയിങ് സങ്ക്. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്? ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഷിപ്പാണ്, അതിനോടൊപ്പം ഒരു മുങ്ങാനുള്ള ഒരു പോസിബിലിറ്റിയും അതിനില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഹി വാസ് ആൻ എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. അതുപോലെ 40 വർഷത്തോളം അദ്ദേഹത്തിന് സീയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. He began his adventure with sea as a teenager and he played a key role in World War II. അതുപോലെ വളരെ ടീനേജറായിരുന്ന സമയത്താണ് അദ്ദേഹം സീയിലേക്ക് എത്തുന്നതും അതുപോലെ ക്യാപ്റ്റൻ ആവുന്നതും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബോർ വാറിൽ പങ്കെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. He served as a master of numerous White Star Line vessels. അതുപോലെ വൈറ്റ് സ്റ്റാർ ലൈൻ വെസൽസ് എന്ന് പറയുമ്പോൾ അതൊരു പാസഞ്ചർ ഷിപ്പ് കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വെസൽ മീൻസ് ഷിപ്പിൽ അദ്ദേഹം മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. At the time of disaster, he showed his courage and not even for a second he thought of saving his life. അപ്പം ഈ ഡിസാസ്റ്ററിൻ്റെ ടൈമിൽ അദ്ദേഹം അതിൻ്റെ കറേജ് കാണിച്ചു. ഒരു സെക്കൻഡിൽ പോലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരെയാണ് രക്ഷിക്കാനായിട്ട് മുൻകൈ എടുത്തത്. ഹി സ്റ്റുഡ് ഇൻ ദ ബ്രിഡ്ജ് ആൻഡ് ടോൾഡ് ഹിസ് ക്രൂ ടു ബി ബ്രിട്ടീഷ്. അദ്ദേഹം ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞ എന്താണ്? നിങ്ങളൊരു ബ്രിട്ടീഷുകാരനാണെന്നുള്ളത് മറക്കരുത് എന്നാണ് പറഞ്ഞത്. ഹി ഇൻസ്ട്രക്റ്റഡ് ടു സേവ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. അദ്ദേഹം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനാണ് ആദ്യം പറയുന്നത്. വൈൽ ദ ബോട്ട് സെയിൽഡ് എവേ ക്രൂ ഹാഡ് നോ ഹോപ്പ് ഓഫ് സേവിങ് ദംസെൽസ്. അപ്പോൾ ബോട്ട് സെയിൽ ചെയ്തപ്പോൾ തന്നെ ഈ ലൈഫ് ബോട്ട് സെയിൽ ചെയ്ത് ദൂരെ പോയപ്പോൾ തന്നെ ക്രൂവിന് എന്തുണ്ടായിരുന്നില്ല? രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ലൈഫ് ബോട്ട്സ് ഒന്നുമില്ല, അവർ ഷിപ്പിൽ അകപ്പെട്ടു. ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ആസ് എ ഗ്രേറ്റ് ബ്രിട്ടീഷർ. അദ്ദേഹം പ്രൂവ് ചെയ്തത്? താനൊരു ഗ്രേറ്റ് ബ്രിട്ടീഷറാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ബ്രിട്ടീഷേഴ്സ് ഷുഡ് റിമെമ്പർ ദെയർ കൺട്രി ആൻഡ് ഷുഡ് ഡു ദെയർ ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷേഴ്സ് രാജ്യത്തെപ്പറ്റി ഓർക്കണം, അതുപോലെ അവരുടെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യണം. ദർ ഇസ് നോ ഗ്രേറ്റ് സാക്രിഫൈസ് ദാൻ ഗിവിങ് അപ്പ് വൺസ് ലൈഫ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സാക്രിഫൈസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ക്യാപ്റ്റൻ സ്മിത്ത്. ഇൻ ദിസ് സെൻസ് ക്യാപ്റ്റൻ സ്മിത്ത് ഇസ് എ ഗ്രേറ്റ് ഹീറോ. ഈ സെൻസിൽ ക്യാപ്റ്റൻ സ്മിത്ത് ഒരു ഗ്രേറ്റ് ഹീറോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹിസ് ബ്രേവറി ആൻഡ് കറേജ് ഡ്യൂറിങ് ദി ഗ്രേറ്റ് ട്രാജഡി ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ടു ഓൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രേവറിയും കറേജും ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഹി വിൽ ബി റിമെമ്പേർഡ് ഫോർ ദാറ്റ്. അദ്ദേഹം അതിനുവേണ്ടി എപ്പോഴും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. റോബർട്ട് വില്യം ഡാനിയൽ, എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ, സെഡ് അബൌട്ട് സ്മിത്ത് ആസ് എ ബിഗസ്റ്റ് ഹീറോ ഐ എവർ സോ. റോബർട്ട് ഡാനിയൽ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തി ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീറോ ആണ് ചാൾസ് സ്മിത്ത് എന്ന്. ഓക്കെ, ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാൾസ് സ്മിത്തിനെ പറ്റിയിട്ട്. പോയം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയം കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ സീ ഗള്ളിൻ്റെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പലരും പറഞ്ഞു അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് വേണമെന്ന്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ക്യാരക്ടർ സ്കെച്ചായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് റെഡിമെയ്ഡായിട്ടൊരു സംഭവം അവർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്. His first flight is a story which gives
a message that how important courage and self-confidence for facing challenges of life. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള സ്റ്റോറി നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? കറേജും സെൽഫ് കോൺഫിഡൻസും ജീവിതത്തിലെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇതൊരു യങ് സീഗളിൻ്റെ സ്റ്റോറിയാണ്. ഹു വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ പറക്കാൻ പേടിയുള്ള ഒരു സീഗളിൻ്റെ കഥയാണിത്. അത് അദ്ദേഹം ആ സീഗൾ എങ്ങനെയാണ് പറന്നത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. Seagull lives with his parents, brother and sister. The young bird's father and mother have tried their best to encourage him to make him fly. A little bit shy and pessimistic. He always feels that his wings are not strong enough to carry its weight. Seagull is very lovable towards his family. His over-attachment and dependency towards his parents avoids him from flying. സോ സീഗൾ കുറച്ച് ഷൈയും പെസിമിസ്റ്റിക്കുമാണ്. അതായത് നാണക്കേട്, കുറച്ച് നാണമുള്ള അങ്ങനത്തെ ഒരു ടൈപ്പും അതുപോലെ പെസിമിസ്റ്റിക്കുമാണ്. പെസിമിസ്റ്റിക് മീൻസ് എന്താണ്, ഒന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്ത, അതാണ് പെസിമിസം എന്ന് പറയുന്നത്. He always feels that his wings are not enough to carry its weight. എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ വിങ്സ് സ്ട്രോങ് അല്ല, എൻ്റെ വെയിറ്റ് താങ്ങാൻ എൻ്റെ വിങ്സ് സ്ട്രോങ് അല്ല എന്നാണ് അതെപ്പോഴും ചിന്തിക്കുന്നത്. സീഗൾ ഈസ് വെരി ലവബിൾ ടുവേർഡ്സ് ഹിസ് ഫാമിലി. അപ്പോൾ ഫാമിലിയോട് ഭയങ്കര ലവബിളാണ് ഈ സീഗൾ. അതിൻ്റെ ഓവർ അറ്റാച്ച്മെൻറ്റ്, ഹിസ് ഓവർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻസി ടുവേർഡ്സ് ഇറ്റ്സ് പേരൻസ് അവോയ്ഡ്സ് ഹിം ഫ്രം ഫ്ലൈയിങ്. അപ്പോൾ പേരൻസിനോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റും ഡിപ്പെൻഡൻസിയും അതിനെ പറക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു. He had long grey legs and strong wings, but he believes that he can fly. അതിന് ലോങ് ഗ്രേ ലെഗ്സ് ഉണ്ട്, സ്ട്രോങ് വിങ്സ് ഉണ്ട്. പക്ഷേ അതിപ്പോഴും വിശ്വസിക്കുന്നത് എന്താണ്, അതിനെ പറക്കാൻ കഴിയില്ല എന്നാണ്. ഹീ ഈസ് ലിറ്റിൽ ബിറ്റ് നോട്ടി ടു. അത് ഇത്തിരി നോട്ടി കൂടിയാണ്. ഹി ക്ലോസ് ഹിസ് ഐസ് ആൻഡ് പ്രിറ്റൻസ് ടു സ്ലീപ്പ് ഇൻ ഓർഡർ ടു അട്രാക്ട് ഹിസ് പേരൻസ് പ്രൂവ്സ് ദിസ്. അപ്പോൾ അത് കണ്ണടച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അത് എന്ത് കാണിക്കുന്നതാണ്? പേരൻസിനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അത് കുറച്ച് കണ്ണിങ് ആണ്, കുറച്ച് നോട്ടിയാണ് എന്ന് കാണിക്കുന്നത് ആണ്. ഓക്കെ, ലവിങ് ആൻഡ് കെയറിങ്. ദേ ഹാഡ് കം അറൗണ്ട് ഹിം ഷ്രില്ലി scolding him, even threatened to starve him unless he flew away. But the bird still afraid to fly. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീഗൾ താമസിച്ചിരുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ കൂടെയാണ്. അവരൊക്കെ അവന് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു, അവർ ലവബിളും കെയറിങ്ങും ആയിരുന്നു. അവർ പറഞ്ഞു, ആദ്യം വഴക്ക് പറഞ്ഞു, ആദ്യം സ്നേഹിച്ച് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, അതുപോലെ കളിയാക്കി നോക്കി, എന്നിട്ടൊന്നും സീഗൾ പറന്നില്ല. ഈവൻ പട്ടിണിക്കിടുവെന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കി, എന്നിട്ടും സീഗൾ പറന്നില്ല. The young bird was in a pathetic condition. He had nothing to eat and can bear the heat of the sun. He had searched for food everywhere, even the nest where he and his brother and sister had been hatched. അതുപോലെ എല്ലായിടത്തും ഫുഡിന് വേണ്ടി തിരക്കി, എങ്ങും ഫുഡ് കിട്ടിയില്ല. കാരണം അച്ഛനും അമ്മയും പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ അതിനുശേഷം നെസ്റ്റിലും നോക്കി, അവിടെയും ഫുഡ് ഉണ്ടായിരുന്നില്ല. ബട്ട് ദെയർ വാസ് നോ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. എല്ലായിടത്തും നോക്കി, ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് പോലും എങ്ങും ഉണ്ടായിരുന്നില്ല. The bird tried to reach its parents by trotting back and forth from one end of the ledge to the other. അതുമാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ലെഡ്ജിൽ ഇങ്ങനെ പറന്നു നോക്കി എങ്ങനെയെങ്കിലും പേരൻസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമെന്ന്. അതും സാധിച്ചില്ല. His long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അതുപോലെ നടന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കി, പറക്കാതെ നടന്ന് പോകാൻ പറ്റുമോ എന്ന്, അതും സാധിച്ചില്ല. But he saw only the steep precipices on either side, and between him and his parents there was a deep white crack. പറന്ന് പോകാനുള്ള ഒരു വഴിയും കണ്ടില്ല. The seagull not succeed in its attempt because there was a deep white crack between him and his parents. There was nothing to walk. The seagull has no other way to reach his parents except flying. The seagull survived without any food for past 24 hours. His mother bird showed a piece of fish and began to tear it in order to motivate the bird to fly. അതുപോലെ സീഗളിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം 24 മണിക്കൂറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അമ്മ എന്ത് ചെയ്തു, ഒരു പീസ് ഓഫ് ഫിഷ് കാണിച്ചു. അതെങ്ങനെയാണ് മുറിച്ച് ഇങ്ങനെ കാണിച്ചു. അത് ഈ ബേർഡിനെ മോട്ടിവേറ്റ് ചെയ്തു. Seeing food at his mother's feet, he lost his control and he dived at the fish. Extreme hunger made the seagull to take his first flight. The story also shows how parents goaded their children into action and thereby equipped it to face the challenges of life. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന രീതിയിൽ എഴുതാനായിട്ട് പറ്റുന്നത്. മെസ്സേജും അതുപോലെ ക്യാരക്ടറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.